So efficiency of full wave rectifier ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. Efficiency is defined as the ratio of output DC power to input AC power in the case of a rectifier, and power is given by I square R. അപ്പോൾ നമുക്ക് ആദ്യമേ പി ഡി സി വേണം. അപ്പോൾ പി ഡി സി വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഐ ഡി സി സ്ക്വയർ ഇൻറ്റു അത് അപ്ലൈ ചെയ്യപ്പെടുന്ന ലോഡ് റെസിസ്റ്റൻസിനെ ക്രോസിലാണ്. അപ്പോൾ ഐ ഡി സി സ്ക്വയർ ഇൻറ്റു ആർ എൽ വേണം. അപ്പോൾ അത് നമുക്ക് ഐ ഡി സി വേണം. അതിന് നമ്മൾ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അവിടുത്തെ ഔട്ട്പുട്ട് 0 T/2 T. പിന്നെ റിപ്പീറ്റ് ചെയ്തു പോകും. അപ്പോൾ ഐ ഡി സി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഇല്ല, പൾസേറ്റിംഗ് ആണ്, വാല്യൂ മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഐ ഡി സി എന്ന് പറഞ്ഞാൽ ഒറ്റ വാല്യൂ പറയാൻ പറ്റത്തില്ല. ഇതിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഐ ഡി സി ആയിട്ട് പറയുക. അപ്പോൾ ഐ ഡി സി ആയിട്ട് പറയുന്നത് ആവറേജ് ഓഫ് ഐ ഓഫ് ടി ആയിരിക്കും. ആവറേജ് പിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/t integral 0 to t I of t dt equal to 1/t into ഇനി നമ്മൾ നോക്കിയാൽ 0 to t/2 വരെ ഏതൊക്കെ വാല്യൂസ് ആണ് ഉള്ളത് അതിന്റെ റെപ്പിറ്റേഷൻ ആണ് t/2 to t വരെ. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to t/2 വരെ ഉള്ളത് ചെയ്തിട്ട് അതിന് 2 ടൈംസ് എടുത്താൽ എന്താവും? ഇതാവും, ടോട്ടൽ ആവും. അതുകൊണ്ട് ഈ 0 to t വരെയുള്ള കാര്യത്തിൽ നമ്മൾ 2 into 0 to t/2 I of t dt. ഇനി 0 to t/2 വരെയുള്ളതിൻ്റെ 2 ടൈംസ് ആണ്. സോ 2/t integral 0 to t/2 I of t വരെ നമുക്ക് എന്ത് എഴുതാം? I0 sin omega t dt equal to 2I0 by t. I0 കൊടുത്തിരുന്നു, ബാക്കി 0 to t/2 sin omega t dt is equal to 2I0 by t. ഇനി സൈൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ ലിമിറ്റ് 0 to t/2 is equal to, ഇനി മൈനസ് പുറത്തെടുക്കാം, ഒമേഗയും പുറത്തെടുക്കാം, കാരണം വേരിയബിൾ ഇവിടെ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി കോസ് ഒമേഗ ടി 0 to t/2 minus 2I0 by omega t cos omega t ക്ക് വരെ t/2 minus cos omega into t ക്ക് വരെ 0.0 is equal to minus 2I0 by omega t. ഇനി ഒമേഗ is equal to 2π/t ആണ്. അപ്പോൾ ഒമേഗ ടി is equal to 2π ആണ്. അപ്പോൾ ഇവിടെ കോസ് 2π/2 2π/2 ഓഫ് പൈ മൈനസ് കോസ് മൈനസ് 2I0 ബൈ ഒമേഗ ടി കോസ് പൈ ആവുമ്പോൾ -1 മൈനസ് കോസ് 0 1 is equal to minus 2I0 by omega t into ഇത് -2. അപ്പോൾ എന്തൊരു മൈനസ് 4I0 by omega t നമുക്ക് 2π എഴുതാം. സോ ഈസ് ഈക്വൽ ടു ഓരോ 2 വീതം കട്ട് ചെയ്ത് പോയിട്ട് 2I0 by പൈ. ഇതാണ് ഐ ഡി സി. ഇതാണ് അവിടുത്തെ ഐ ഡി സി. അപ്പോൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിനകത്ത് ഐ ഡി സി 2I0 by പൈ ആണ്. ഒന്നും ചെയ്തില്ല, ആവറേജ് എടുത്തേ ഉള്ളൂ. പിന്നെ ഒരു സ്റ്റെപ്പ് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ 0 to t വരെ ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ സിയുടേതായി. ഇപ്പോൾ എ സിയിലാകുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. ഇവിടെ നമുക്ക് രണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിളാണ്. അതുകൊണ്ട് 0 to t/2 ആക്കണം. 2 into integral 0 to t/2. അല്ലെങ്കിൽ എന്തായി പോകും? ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും മറ്റേ നെഗറ്റീവായിരിക്കും ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ വേണ്ട രണ്ടും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് 0 to t/2ൻ്റെ റെപ്പറ്റീഷൻ ആണ്. അതുകൊണ്ട് 2 into എടുക്കാം, ബാക്കിയെല്ലാം മാത്സ്. അപ്പോൾ ഐ ഡി സി 2I0 by പൈ. അപ്പോൾ അവിടെ എഴുതുന്നു IDC is equal to 2I0 by
അപ്പോൾ നമുക്ക് ഐ ഡി സി കിട്ടി. ഇനി നമുക്ക് വേണ്ടത് പി ഡി സി ആണ്. പി ഡി സി എന്ന് പറഞ്ഞാൽ ഐ ഡി സിയുടെ സ്ക്വയർ ഇൻറ്റു ലോഡ് റെസിസ്റ്റൻസിനെ പോലെയാണ് ഡി സി. Therefore പി ഡി സി ഈസ് ഈക്വൽ ടു 2 അതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ 4 I0 സ്ക്വയർ ബൈ പൈ സ്ക്വയർ ഇൻറ്റു ആർ. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2, ഇത് ഇക്വേഷൻ 3. ഇനി ഇതുപോലെ നമുക്ക് എന്ത് വേണം? പി എ സി വേണം. പി എ സി വേണമെങ്കിൽ ഐ എ സിയുടെ സ്ക്വയർ ഇൻറ്റു ആർ. അപ്പോൾ ഐ എ സി എന്ന് പറഞ്ഞാൽ ആർ എം എസ് വാല്യൂ പറയാം. കാരണം എ സി ആകുന്ന സമയത്ത് ആർ എം എസ് വാല്യൂ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് ഇൻപുട്ടിൻ്റെയാണ് വേണ്ടത്. ഇൻപുട്ട് എ സി പറയണം. അപ്പോൾ ഇൻപുട്ട് നമുക്കറിയാം ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ആർ എം എസ് വാല്യൂ വേണം. അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം നമുക്ക് എന്ത് വേണം? ഐ ആർ എം എസ് വേണം. ഐ ആർ എം എസിന് എന്താണ്? സ്ക്വയർ ചെയ്യണം, മീൻ എടുക്കണം, റൂട്ട് എടുക്കണം അല്ലേ? അപ്പോൾ നമ്മൾ അതിന് ഐ ഓഫ് ടി എഴുതുന്നു. അപ്പോൾ ഐ ഓഫ് ടി എന്താണ്? ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ I0 സൈൻ ഒമേഗ ടി ആണ്. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ ഐ ഓഫ് ടിയുടെ സ്ക്വയർ വരും I0 സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഇങ്ങനെ എന്ത് ചെയ്യണം? മീൻ എടുക്കണം. ആവറേജ് ഓഫ് ഐ ഓഫ് ടിയുടെ സ്ക്വയർ is equal to 1/t integral 0 to t I of t യുടെ സ്ക്വയർ dt അല്ലേ? is equal to 1/t integral 0 to t I0 സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി dt is equal to I0 സ്ക്വയർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ I0 സ്ക്വയർ ബൈ ടി integral 0 to t sin square omega t dt is equal to I0 square by t integral 0 to t sin square കഴിഞ്ഞ ദിവസം നമ്മൾ മാറ്റിയാണ് 1 minus cos 2 omega t by 2 കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതാണ് dt is equal to I0 square by ഈ 2 ന് പുറത്തെടുക്കുമ്പോൾ 2t 0 to t എന്തോരും രണ്ടായിട്ട് എഴുതാം. 0 to t ഈ 1 ബാക്കി 2 ന് പുറത്ത് പോയി. അപ്പോൾ ബാക്കി 1 ഇതാണ്. അപ്പോൾ ഡി ടി മൈനസ് 0 to t കോസ് 2 ഒമേഗ ടി ഡി ടി. ഇവിടെ ഫുൾ സൈക്കിൾ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണം. ഈസ് ഈക്വൽ ടു I0 സ്ക്വയർ ബൈ 2t എന്തോരും ടി 0 to t മൈനസ് കോസ് 2 ഒമേഗ ടിയുടെ ഇൻ്റഗ്രേഷൻ. കോസിൻ്റെ ഇൻ്റഗ്രേഷൻ സൈൻ 2 ഒമേഗ ടി ബൈ 2 ഒമേഗ സൈൻ 2 ഒമേഗ ടി ബൈ 2 ഒമേഗ 0 to t is equal to I0 സ്ക്വയർ ബൈ 2t. എന്നാൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ് ടി വരും. മൈനസ് ഈ 1/2 ഒമേഗ പുറത്തെടുക്കാം. ബാക്കി സൈൻ 2 ഒമേഗ ടി മൈനസ് സൈൻ 0 is equal to I0 സ്ക്വയർ ബൈ 2t t മൈനസ് 1/2 ഒമേഗ സൈൻ ഒമേഗ ടി 2π ആണെന്ന് പറഞ്ഞു. ഒമേഗ ടി 2π ആണ്. അപ്പോൾ 2 × 2π 4π മൈനസ് സൈൻ 0 0 ആണ്. അപ്പോൾ അവിടുന്ന് സൈൻ 4π എന്തിനാണ് 0 ആണ്. അപ്പോൾ ഈ ടൈം ഫുൾ എന്തായി പോകും? 0 ആയി പോകും. ഈ ടൈം ബാക്കി ടി മാത്രം റിമൈൻ ചെയ്യും. ഈസ് ഈക്വൽ ടു I0 സ്ക്വയർ ബൈ 2t ഇൻറ്റു ടി. അപ്പോൾ ടിയും ടിയും കട്ട് ചെയ്ത് പോകും. ബാക്കി I0 സ്ക്വയർ ബൈ 2 ഇതായിരിക്കും കിട്ടുന്നത്. എന്തെടുക്കുമ്പോൾ ആവറേജ് എടുക്കണം. നമുക്ക് വേണ്ടത് ഐ ആർ എം എസ് ആണ്. ഐ ആർ എം എസിന് ആദ്യമേ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ അതിനെ സ്ക്വയർ ചെയ്തു. അതിൻ്റെ മീൻ അല്ലെങ്കിൽ ആവറേജ് എടുത്തു. എന്നിട്ട് അതിൻ്റെ റൂട്ട് അല്ലേ? ഇൻസ്റ്റൻസ് അതിനെ സ്ക്വയർ ചെയ്തു, മീൻ എടുത്തു, റൂട്ട്. സോ റൂട്ട് ഓഫ് ഇത്രയും നമുക്ക് എന്ത് കിട്ടി? I0 സ്ക്വയർ ബൈ 2 കിട്ടി അല്ലേ? അപ്പോൾ അവിടെ നിന്ന് I0 ബൈ റൂട്ട്. ഇതാണ് ഐ ആർ എം എസ്. നമ്മളെ ഇൻപുട്ട് എ സിയുടെ വാല്യൂ. ഇൻപുട്ട് എ സിയുടെ വാല്യൂ എത്രയാണ്? I0 ബൈ.
അപ്പോൾ നമ്മൾ I0 sin omega t അതിനെ സ്ക്വയർ ചെയ്തു, അതിൻ്റെ ആവറേജ് വിളിക്കുന്നു 0 to t. അപ്പോൾ അതിനെ സൈൻ സ്ക്വയറിന് മാറ്റി നമ്മൾ എന്താക്കും 1 - cos 2 omega t by 2 എന്നാക്കും. ബാക്കി നമ്മൾ സാധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ I0/2 ഇതാണ് എന്ത് IRMS. അപ്പോൾ നമുക്ക് IRMS കിട്ടും. IRMS is equal to I0/√2. Equation number 4. നമുക്ക് എന്ത് വേണം? PAC വേണം. ഇനി അടുത്തെന്താണ് വേണ്ടത്? PAC. PAC എന്ന് പറഞ്ഞാൽ ഇവിടെ IRMS ആണ് AC വരുന്നത്. അപ്പോൾ IRMS സ്ക്വയർ ഇൻറ്റു അത് അപ്ലൈ ചെയ്യപ്പെടുന്നു. അപ്പം നമ്മൾ ആ ഫുൾ വേ റെക്ടിഫൈൻ്റെ ഫിഗർ ആലോചിച്ചാൽ ഡയോഡും ഉണ്ട്, ലോഡ് റെസിസ്റ്റൻസും ഉണ്ട്. അപ്പോൾ AC രണ്ടിൽ കൂടിയും ഫ്ലോ ചെയ്യുന്നുണ്ട്. ഡയോഡിൽ കൂടിയും ഫ്ലോ ചെയ്യുന്നുണ്ട്, ലോഡ് റെസിസ്റ്റൻസിൽ കൂടിയും ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ അവിടെ RF + RL ആയിരിക്കും. ഈ RL ലോഡ് റെസിസ്റ്റൻസ് മനസ്സിലാവും. RF എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? RF ഡയോഡ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു IRMS നമുക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ സ്ക്വയർ I0/4 RF + R. ഇക്വേഷൻ നമ്പർ 4. Therefore എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ PdC/PAC ആണ്. ഈക്വൽ ടു PdC എത്ര കിട്ടി? 4I0² /π² RL ഡിവൈഡഡ് ബൈ PAC I0²/4 RF + RL is equal to 4I0² /π² RL into തിരിച്ച് 4/I0² RF + RL. ഇവിടെ എന്ത് ചെയ്യുന്നു? 4ഉം 4ഉം ഉണ്ട്, RL ഉണ്ട്, π² ഉണ്ട്, I0 അപ്പം 4I0² ഉണ്ട് അല്ലേ? സോറി നമ്മൾ ചെയ്തപ്പോൾ √2 √2 2 ആണ്. റൂട്ടിൻ്റെ സ്ക്വയർ 2 ആണ്. ഇവിടെ 2 ആണ് വരേണ്ടത്. 2. അപ്പോൾ ഇത് 2/. അപ്പോൾ 4 × 8 ആയി. I0² കട്ട് ചെയ്തിട്ട് 8 RL /π² RF + RL ഇല്ലേ? ഇവിടെ നമ്മൾ IRMS സ്ക്വയർ ആകുമ്പോൾ I0² /2 √2 സ്ക്വയർ 2 ആണ്. സോറി ഞാൻ 4 ആണ് ചെയ്തത്. അപ്പം എന്ത് തോന്നുന്നു? ഇത് വരും. ഇതാണെന്ത് ഈറ്റ. പക്ഷെ ഈ RF എന്നുള്ളത് എന്തായിരിക്കും? വെരി മച്ച് ലെസ് ദാൻ RL ആയിരിക്കും. അപ്പോൾ നമുക്ക് RF എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് ഒഴിവാക്കാം. Therefore ഈറ്റ ഈസ് ഈക്വൽ എന്ത് വരും? 8 RL /π² RL. കാരണം RF ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. RL കട്ട് ചെയ്ത് പോയിട്ട് ഈറ്റ ഈസ് ഈക്വൽ ടു 8/π². അല്ലെങ്കിൽ ഈറ്റ ഈസ് ഈക്വൽ ടു 0.812. പെർസെൻറ്റേജ് പറഞ്ഞാൽ ഈറ്റ ഈസ് ഈക്വൽ ടു 81.2%. ഇതാണ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ ഹാഫ് വേവ് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ 1-2 കാര്യങ്ങളുള്ളൂ. ഹാഫ് വേവിൻ്റെ കേസിനകത്ത് IDCയുടെ വാല്യൂ IRMSന്റെ വാല്യൂ വ്യത്യാസമുണ്ട്. ഇവിടെ വേറെ ഇത്ര നോക്കാം.